Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 36A ആൻഡ് സെക്ഷൻ 37 ഇവയായിരുന്നു പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സെക്ഷൻ 36A ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ charge on movable or immovable property by creating Gehan. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 36A എന്തിനെ പ്രതിനിധീകരിക്കുന്നു? എന്താണ്? ഒരു മെമ്പറുടെ മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രോപ്പർട്ടി ചാർജ് ചെയ്യുന്നു. എന്തുവഴി? ക്രിയേറ്റിംഗ് ഗെഹാൻ. ഗെഹാൻ എന്താണ്? ഒരു ഡിക്ലറേഷൻ നൽകിക്കൊണ്ട് അത് ചാർജ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് സെക്യൂരിറ്റിയായി നൽകുന്നതാണ് ഗെഹാൻ എന്ന് പറയുന്നത്. അത് സെക്ഷൻ 36A പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഗെഹാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ആൻസർ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ്. ഗെഹാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫേവറായിട്ടാണ്? അത് സാധാരണയായി കോഓപ്പറേറ്റീവ് ബാങ്ക്സിനും അതുപോലെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് ഡീൽ ചെയ്യുന്ന, കടമായിട്ട് കൊടുക്കുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ക്രെഡിറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ് ഈ ഗെഹാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Question number 3. Which sections of the Kerala State Cooperative Agricultural and Rural Development Banks Act 1984 apply to Gehan? Answer section 9 to 15 and 19 to 28. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആക്ട് 1984 ഏതൊക്കെ സെക്ഷൻസിലാണ് ഗെഹാനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? ഒന്നാമതായി പറയുന്നത് സെക്ഷൻ 9 മുതൽ 15 വരെയും പിന്നീട് 19 മുതൽ 28 വരെയുമുള്ള സെക്ഷൻസിലാണ് ഗെഹാനെക്കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഗെഹാൻ ഈസ് ക്രിയേറ്റഡ് ബൈ ആൻസർ റിട്ടേൺ ഡിക്ലറേഷൻ ഓഫ് ബോറോവർ. ഈ ഗെഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ബോറോവർ ഒരു എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആണ്. ഗെഹാൻ എന്ന് പറയുന്നത് തന്നെ അതാണ്. നെക്സ്റ്റ്, ഗെഹാൻ ഹാസ് ഓൾ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻസർ മോർട്ട്ഗേജ്. ഒരു മോർട്ട്ഗേജിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളും എന്തിനുണ്ട്? ഗെഹാനിനുണ്ട്. ഗെഹാൻ ഹാസ് ഓൾ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോർട്ട്ഗേജ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദി പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ഗെഹാൻ ഈസ് ടു ആൻസർ സെക്യൂർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ അഡ്വാൻസ്ഡ് ഓർ ടു ബി അഡ്വാൻസ്ഡ്. ഗെഹാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അത് ഈ ലോണായിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തതോ എടുക്കാൻ പോകുന്നതോ ആയ എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ്. അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഗെഹാൻ എഴുതപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സെക്ഷൻ 37 ഓഫ് ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 37 എന്തിനെക്കുറിച്ച് പറയുന്നു? എന്താണ്? ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം. സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ആ മെമ്പറുടെ സാലറിയിൽ നിന്നും കുറച്ച് എടുക്കാൻ സാധിക്കും, ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് സെക്ഷൻ 37. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Under section 37 subsection 1, a member of a society may execute an agreement in favor of the society authorizing whom to deduct salary. Answer employer or officer disbursing salary or wages. സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം സൊസൈറ്റിയിലെ ഒരു മെമ്പർ ഒരു എഗ്രിമെൻ്റ് വയ്ക്കുന്നു സൊസൈറ്റിക്ക് ഫേവറായിട്ട്. എന്താണ്? തൻ്റെ സാലറി ഡിഡക്റ്റ് ചെയ്തെടുക്കാം. താൻ എന്തെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ
അത് ഡിഡക്റ്റ് ചെയ്തെടുക്കാമെന്ന് ആർക്ക് ഓതറൈസ് ചെയ്താണ് എഴുതി കൊടുക്കുന്നത്? അത് ആ മെമ്പറുടെ എംപ്ലോയർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാലറിയോ വേജസോ കൊടുക്കുന്ന ആൾക്കാണ് ഇത് ഡിഡക്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിഡക്ഷൻ ഫ്രം സാലറി അണ്ടർ സെക്ഷൻ 37 സബ്സെക്ഷൻ 1? ആൻസർ, ടു സാറ്റിസ്ഫൈ any debt or demand owed by the member to the society. സെക്ഷൻ 37(1) പ്രകാരം എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മെമ്പറുടെ സാലറി ഡിഡക്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ആ മെമ്പർ സൊസൈറ്റിയിലേക്ക് ഡെപ്റ്റ് ആയിരിക്കുന്ന അവസ്ഥ, അദ്ദേഹം സൊസൈറ്റിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് അദ്ദേഹം കൊടുക്കാനുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് എമൗണ്ട് എടുത്തോളാം എന്ന് പറയുന്നതാണ് ഈ അഗ്രിമെൻറ്റ്. Question number 10. According to section 37 subsection 2, the deducted amount must be paid to the society within, answer, 7 days from the date of deduction. സെക്ഷൻ 37 സബ്സെക്ഷൻ 2 പ്രകാരം ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് എത്ര ദിവസത്തിനകം സൊസൈറ്റിക്ക് പേ ചെയ്തിരിക്കണമെന്നാണ്. അത് ഡിഡക്റ്റ് ചെയ്ത് 7 ദിവസത്തിനകം ഈ എംപ്ലോയർ അല്ലെങ്കിൽ സാലറി ഡിസ്ബേഴ്സിംഗ് ഓർ വേജസ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ 7 ദിവസത്തിനകം സാലറി ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് സൊസൈറ്റിയിൽ അടയ്ക്കേണ്ടതാണ്. Next, question number 11. Deduction under section 37 subsection 2 is made when, answer, society makes a requisition in writing. സെക്ഷൻ 37(2) പ്രകാരം ഇങ്ങനെ സാലറി ഡിഡക്ഷൻ നടത്തുന്നത് എപ്പോഴാണ്? അത് സൊസൈറ്റി ഒരു റിക്വസ്റ്റ് ഈ എംപ്ലോയർക്ക് അല്ലെങ്കിൽ സാലറി ഡിസ്ബേഴ്സിംഗ് ഓഫീസർക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരു ഡിഡക്ഷൻ നടത്തി അത് സൊസൈറ്റിയിലേക്ക് അടയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. സെക്ഷൻ 37 സബ്സെക്ഷൻ 2 contains a proviso that deduction shall not apply if, answer, employee is not informed at least 30 days in advance by written notice. ഒരു സാഹചര്യത്തിൽ സെക്ഷൻ 37 സബ്സെക്ഷൻ 2 പ്രകാരം ഇങ്ങനെ ഡിഡക്ഷൻ നടത്താനായിട്ട് പാടില്ല. അത് എപ്പോഴാണ് എന്നാണ്. അതായത് എംപ്ലോയി അറിയുന്നില്ല, അദ്ദേഹത്തെ ഇങ്ങനെ ഡിഡക്ഷൻ നടത്തുന്നതിന് 30 ദിവസം മുൻപ് ഇൻഫോം ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഡിഡക്ഷൻ സാധ്യമാകൂ. ഇങ്ങനെ ഇൻഫോം ചെയ്തില്ല എങ്കിൽ ഈ സെക്ഷൻ 37(2) അവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഡിഡക്ഷൻ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 13. Who must acknowledge the 30 days advance notice before salary deduction? Answer, employee whose salary is to be deducted. മുകളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. സാലറി ഡിഡക്റ്റ് ചെയ്യുന്നതിന് 30 ദിവസം മുമ്പ് ആരാണ് ഈ കാര്യം അറിയേണ്ടത്? ആ എംപ്ലോയി, അതായത് ആരുടെ സാലറിയാണോ കുറയ്ക്കുന്നത് അദ്ദേഹം ഉറപ്പായിട്ടും 30 ദിവസം മുമ്പ് എഴുതപ്പെട്ട ആ ഒരു ഇതിൽ അദ്ദേഹം അറിയേണ്ടതാണ് തൻ്റെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് സൊസൈറ്റിയിലേക്ക് പേയ്മെൻറ്റ് അദ്ദേഹം അടയ്ക്കാനുള്ള എമൗണ്ട് അടയ്ക്കുമെന്നുള്ളത് അദ്ദേഹം 30 ദിവസം മുന്നേ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, സെക്ഷൻ 38. Charges and set off in respect of shares or interest of members in the capital of a society. A society shall have a charge upon the share or interest in the capital and on the deposits of a member or past member or deceased member and on any dividend, bonus or profits payable to a member or past member or the estate of a deceased member in respect of any debt or outstanding demand owing to the society and may set off any sum credited or payable to a member, past member or estate of a deceased member in or towards payment of any such debt or outstanding demand
provided that no financing bank to which a society is affiliated shall have a charge upon any sum invested in the financing bank as reserve fund by the society if the bank is not the sole creditor of the society or be entitled to set off any such sum credited or payable to the society towards any debt due from such society. സെക്ഷൻ 38 സെറ്റ് ഓഫിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ ക്യാപിറ്റലിലുള്ള ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അഥവാ വിഹിതത്തിൽ ഇപ്പോഴത്തെ അംഗത്തിൻ്റെയോ അല്ലെങ്കിൽ മുൻ അംഗത്തിൻ്റെയോ അല്ലെങ്കിൽ മരിച്ച അംഗത്തിൻ്റെയോ പിന്നെ അയാളുടെ നിക്ഷേപങ്ങളിൽ അയാൾക്ക് ലഭിക്കാവുന്ന ഡിവിഡൻഡ്, ബോണസ്, ലാഭം എന്നിവയിൽ സൊസൈറ്റിക്ക് ബാധകമായ ഏതെങ്കിലും കടമോ കുടിശ്ശികയോ സംബന്ധിച്ച പണം പിടിച്ചു വയ്ക്കാനുള്ള അവകാശം ഉണ്ടാകും. സൊസൈറ്റിക്ക് അങ്ങനെയുള്ള അംഗത്തിൻ്റെ അവകാശികൾക്ക് നൽകേണ്ട തുക ഡിഡക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. എന്നാൽ ഒരു സൊസൈറ്റിക്ക് തൻ്റെ ഫിനാൻസിങ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി ബാങ്കിൽ റിസർവ് ഫണ്ടായിട്ട് നിക്ഷേപിച്ച തുകയിൽ ഇങ്ങനെ ചാർജ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്കിന് സൊസൈറ്റി ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകയിൽ നിന്നും സൊസൈറ്റിക്ക് ബാധകമായി കടം തീർക്കാൻ സെറ്റ് ഓഫ് ചെയ്യാനും പാടില്ല. നെക്സ്റ്റ് സെക്ഷൻ 39 ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. സെക്ഷൻ 39 subsection 1 subject to the provisions of section 38 the share or interest of a member in the capital of a society shall not be liable to attachment or sale under any decree or order of a court in respect of any debt or liability incurred by him and a receiver under any law relating to insolvency shall not be entitled to or have any claim on such share or interest. Section 39 subsection 2 the reserve fund of a society invested by such society in accordance with the provisions of section 57 shall not be liable to attachment under any decree or order of a court in respect of any debt or liability incurred by the society. സെക്ഷൻ 39 പറയുന്നത് ഒരു സൊസൈറ്റിയുടെ മെമ്പറുടെ ഷെയർസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അതുപോലെ ഒരു സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടോ ഒരിക്കലും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. സെക്ഷൻ 39(1) പറയുന്നു, സെക്ഷൻ 38 വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഒരംഗത്തിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വിഹിതമാണ്, പലിശയല്ല കേട്ടോ, അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലും അറ്റാച്ച് ചെയ്യാനോ വിറ്റഴിക്കാനോ സാധിക്കില്ല. അതുപോലെ ഇൻസോൾവൻസി ലോ പ്രകാരം നിയമിതനായ റിസീവർക്ക് പോലും ക്ലെയിം ചെയ്യാനുള്ള അധികാരമില്ല. അതുപോലെ 39(2) പറയുന്നു, സെക്ഷൻ 57 പ്രകാരം ഒരു സഹകരണ സംഘം നിക്ഷേപിച്ചിരിക്കുന്ന റിസർവ് ഫണ്ട് സംഘത്തിന് ബാധകമായ ഏതെങ്കിലും കടമോ ബാധ്യതയോ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലും അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 38 ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. എ സൊസൈറ്റി ഹാസ് എ ചാർജ് ഓൺ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ മെമ്പർ. കറണ്ട് മെമ്പർ ആവാം, പാസ്റ്റ് ആവാം, ഡിസീസ്ഡ് ആവാം. ഡെപ്പോസിറ്റ്സ്, ഡിവിഡൻഡ്സ്, ബോണസ് ഓർ പ്രോഫിറ്റ്സ് പേയബിൾ ടു ദം. This charge is for a repayment of any debt or outstanding demand owed to the society.
Society can set off any amount payable to a member against their dues. Exception ആണ് ഫിനാൻസിംഗ് ബാങ്ക് അഫിലിയേറ്റഡ് വിത്ത് ദ സൊസൈറ്റി cannot claim charge or set off unless it is the sole creditor of the society. Next, section 39, shares or interest or reserve fund not liable to attachment. Section 39, subsection 1, shares or interest of a member in the capital of a society cannot be attached or sold under court orders for debt or liabilities of the member. A receiver in insolvency also cannot claim rights over such shares or interest. Section 39, subsection 2, reserve fund of a society as per section 57 cannot be attached under court order for debts or liabilities of the society. ഇനി ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള? ആൻസർ മലപ്പുറം. നെക്സ്റ്റ്, മീനിങ് ഓഫ് ക്യാപ്റ്റീവ്? ആൻസർ എ പേഴ്സൺ ഹു ഹാസ് ബീൻ ടേക്കൻ പ്രിസണർ. ജയിൽ പുള്ളി എന്ന് പറയും. നെക്സ്റ്റ്, മെൻ്റൽ എബിലിറ്റിയിൽ ഇസഡ്, യു, ക്യൂ, ഡാഷ് ആൻഡ് എൽ. ആൻസർ ഈസ് എൻ ആണ്. ഇങ്ങനെ കിട്ടുക, എല്ലും എന്നും തമ്മിൽ ഒരു ലെറ്ററിൻ്റെ ഗ്യാപ്പാണ്. അതുപോലെ എന്നും ക്യൂവും തമ്മിൽ 2 ലെറ്ററിൻ്റെ ഗ്യാപ്പാണ്. അതുപോലെ ക്യൂവും യുവും തമ്മിൽ 3 ലെറ്ററിൻ്റെ ഗ്യാപ്പാണ്. അതുപോലെ യുവും ഇസഡും തമ്മിൽ 4 ലെറ്റേഴ്സിൻ്റെ ഗ്യാപ്പാണ്. Now your turn to answer. Question number 1, World Anti-Tobacco Day is observed on. Next, meaning of regret. Next, 16 women working 7 hours a day will complete a job in 48 days. How many women are needed to complete the same job in 32 days working 12 hours a day? Leave your answer in the comment box and stay tuned for the next episode. Thank you.